After the passage of the Waqf Bill in Parliament, the BJP on Friday said that it would stand with the people of Munambam until their property rights are re-established. BJP leaders led by State President Rajiv Chandrasekhar visited Munambam and joined residents in their celebrations over the passing of the bill by the Lok Sabha and the Rajya Sabha. Chandrasekhar said Prime Minister Narendra Modi has been following a policy of Sabka Saath Sabka Vikas since 2014, and the union government has not shown any discrimination towards any community on the basis of caste or religion. Interacting with the media after visiting the protesting residents, Chandrasekhar said the passage of the bill marks a decisive moment in Kerala politics. ഇന്നലെ മിന്നാന്നും ആരും ഉറങ്ങിയിട്ടില്ല. 4 മണി വരെ TV കണ്ട് പ്രാർത്ഥിച്ച് പാർലമെന്റിൽ സദ്ബുദ്ധി എല്ലാവർക്കും കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച ആൾക്കാരാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ പ്രാർത്ഥനയും എല്ലാവരുടെയും പ്രാർത്ഥനകൾ കേട്ട് നമ്മുടെ നരേന്ദ്രമോദിജി സർക്കാരും പാർലമെന്റായ ലോക്സഭയും രാജ്യസഭയിലും ഇന്നലെ മിന്നാന്നും ഈ വളരെ പ്രധാനപ്പെട്ട വളരെ ഗൗരവമായ ഒരു ബിൽ വഖഫ് അമെൻഡ്മെന്റ് ബിൽ പാസ്സായി ഇന്ന് മുതൽ അത് ലോ ആകുന്നു. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഈ സമര കമ്മിറ്റി സമരത്തിൽ ഇരിക്കുന്ന ജനങ്ങള്, മുനമ്പത്തിന്റെ എല്ലാ ജനങ്ങൾക്ക് എന്റെ BJPന്റെ അടുത്തും NDAന്റെയും കൺഗ്രാറ്റുലേഷൻസ്. ഇത് നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു നിമിഷവും ദിവസമാണ്. എന്തുകൊണ്ട്? ഈ ചെറിയ മുനമ്പം ഗ്രാമം, ഇവിടുത്തെ ജനങ്ങളുടെ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് എല്ലാം കൈവിട്ടു പോയി. മുനമ്പം ഗ്രാമത്തിന്റെ സമരത്തിന്റെ ഒരു ഇമ്പാക്ട് ഡൽഹിയിലെത്തി. നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ 2 രാജ്യസഭയും പാർലമെന്റിലും ഒരു ബില്ല് പാസ്സാക്കാനുള്ള ശക്തി, ഒരു സ്ട്രെങ്ത് ഈ സമരത്തിന് ഉണ്ടായിരുന്നു എന്ന് പീസ്ഫുള്ളി, ഒരു വയലൻസും ഇല്ലാണ്ട്. ഇതാണ് നമ്മുടെ ഡെമോക്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഗൗരവമായ ഒരു ഫീച്ചർ. അതുകൊണ്ട് എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഇതിന് ഞങ്ങൾക്കെല്ലാം സംഘർഷിക്കാനും അധ്വാനിക്കാനും ഒരു അവസരം കിട്ടി. നിങ്ങളുടെ ഭാവി, താങ്കളെല്ലാവരും ഭാവിക്ക് ഒരു നല്ലൊരു ഭാവി, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടി. BJP നരേന്ദ്രമോദിജി 2014 മുതൽ ഇന്ന് വരെ പറയുന്നത് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാനാണ് ജനങ്ങള് ഒരു മാൻഡേറ്റ് തന്നിരിക്കുന്നത്. അത് ഞങ്ങൾ നന്നായി വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പിതാവ് പറഞ്ഞ മാതിരി ഇത് ഞങ്ങൾ ഇനിയും കൂടെ ഉണ്ടാവും. ഇത് റവന്യൂ അവകാശം കിട്ടണ വരെ ഞങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടാവും. അത് ഉണ്ടാക്കി തരും. പറഞ്ഞ മാതിരി നരേന്ദ്രമോദിജി വാഗ്ദാനം കൊടുത്താൽ വാക്ക് പാലിക്കുന്ന ഒരു ലീഡറാണ്. അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്, ഞങ്ങൾ വാഗ്ദാനം തരുമ്പോൾ പറഞ്ഞത് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്, പ്രവർത്തകരാണ്. ഇനിയും ഞങ്ങൾ ചെയ്യും, കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം, നന്ദി. In Thrissur, Union Minister Suresh Gopi went to St. Mary's Foreign Church in Koratti, fulfilling the promise he made to the people of Munambam that he would visit the church once the bill was passed.